ഗൈസ്, ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരത്തെ വെള്ളായണി കായലിലാണ്. സിറ്റിയിൽ നിന്നും ഏകദേശം 10 കിലോമീറ്ററോളം ദൂരമുണ്ട് ഈ കായലിലേക്ക്. ഈ കണ്ണത്താ ദൂരത്തോളം ഇങ്ങനെ നീണ്ടു നേർന്ന് കിടക്കുകയാണ് ഈ കായൽ. ഇവിടെ മത്സ്യകൃഷിയും താമര കൃഷിയും അങ്ങനെ ഒട്ടേറെ വിശേഷങ്ങൾ നമുക്ക് പങ്കുവയ്ക്കാം ഈ ഔലറ്റ് ടെക് ട്രാവലിൽ. തിരുവനന്തപുരം ജില്ലയിൽ കോവളത്തിന് സമീപമായിട്ടാണ് ഈ വെള്ളായണി കായൽ. ഇതൊരു ഗ്രാമപ്രദേശമാണ്. കല്ലിയൂർ, വെങ്ങാനൂർ ഗ്രാമപഞ്ചായത്തുകളിൽ മൊത്തമായിട്ടാണ് ഈ വെള്ളായണി കായൽ ഇങ്ങനെ വ്യാപിച്ച് കിടക്കുന്നത്. ഇത് തിരുവനന്തപുരം സിറ്റിയിൽ നിന്ന് ഏകദേശം 10 കിലോമീറ്ററും പിന്നെ കോവളത്തിൽ നിന്ന് ഏകദേശം 7 കിലോമീറ്ററുമാണ് ഇതിൻ്റെ ദൂരം, ഈ കായലിലേക്ക് എത്താനുള്ള ദൂരം എന്ന് പറയുന്നത്. സർവേ ഓഫ് ഇന്ത്യയുടെ കണക്ക് പ്രകാരം ഏകദേശം 750 ഹെക്ടർ ആയിരുന്നു ഈ കായൽ ആദ്യ കാലഘട്ടങ്ങളിൽ. പിന്നീട് ഈ അനധികൃതമായ കായലൊക്കെ കയ്യേറുകയൊക്കെ ചെയ്തതിന് ശേഷം ഇപ്പോൾ ഏകദേശം 450 ഏക്കറായിട്ടാണ് ഈ കായൽ ഇപ്പോൾ ഉള്ളത് എന്നാണ് അറിയാൻ കഴിയുന്നത്. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ ശുദ്ധജല തടാകം എന്നാണ് നമ്മുടെ ഈ വെള്ളായണി കായൽ അറിയപ്പെടുന്നത്. തൊട്ടടുത്ത് തന്നെ ഇവിടെ ഒരു വാട്ടർ അതോറിറ്റിയുടെ പമ്പ് ഹൗസ് ഉണ്ട്. ഈ വെള്ളായണി, കാക്കാമൂല, തിരുവല്ലം ഭാഗങ്ങളിലൊക്കെ ഈ ശുദ്ധജലം വിതരണം ചെയ്യുന്നതും ഇവിടെ വന്നിട്ടാണ് വെള്ളം പമ്പ് ചെയ്യുന്നതൊക്കെ. ഇതിന് തൊട്ടടുത്ത് തന്നെയാണ് വെള്ളായണി കാർഷിക കോളേജൊക്കെ ഉള്ളത്. മുൻപ് തിരുവിതാംകൂർ കാലഘട്ടത്തിലൊക്കെ ഇതൊരു വിനോദസഞ്ചാര കേന്ദ്രമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. 1953 വരെയൊക്കെ ഈ നമ്മുടെ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ അവിടത്തേക്ക് ആവശ്യത്തേക്ക് വേണ്ട താമരപ്പൂക്കൾ ഇവിടെ കൃഷി ചെയ്തിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ എന്നാലും അങ്ങനെയൊന്നുമില്ല. എന്നാലും താമര ഇവിടെ ഒത്തിരി കൃഷി ചെയ്യുന്നുണ്ട്. മറ്റ് കടകളിലേക്കായാലും മറ്റ് ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള താമരകൾ ഇവിടെയൊക്കെ കൃഷി ചെയ്യുന്നുണ്ട്. ഇതിനിവിടെ കുറച്ച് ആൾക്കാരുണ്ട്. ഇത് ഈ രാവിലെ ഈ താമര ഇലകൾ പൊട്ടിക്കാനും അത് കടകളിൽ കൊടുത്ത് കച്ചവടം ചെയ്ത് അങ്ങനെ ഉപജീവനം നടത്തുന്ന കുറച്ച് ആൾക്കാരും ഇവിടെയുണ്ട്. പിന്നെയുള്ളത് മീൻ കൃഷിയാണ്. ഇതും ഈ സമീപത്തുള്ള കുറച്ച് ആൾക്കാർ തന്നെ അവരുടെ ഒരു സ്ഥിരം തൊഴിലായിട്ട് ഇതിനെ കാണുന്നുണ്ട്. വലയൊക്കെ വീശി മീനൊക്കെ പിടിച്ച് അങ്ങനെ ഉപജീവനം കണ്ടെത്തി നടക്കുന്ന കുറച്ച് ആൾക്കാരും ഈ വെള്ളായണിക്കായലും പരിസരത്തിലൊക്കെ ഉണ്ട്. ഈ വലയിടുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഇവർ ഈ കടല പിണ്ണാക്ക് ഈ വെള്ളത്തിലേക്ക് എറിഞ്ഞു കൊടുക്കും. അപ്പോൾ അതിങ്ങനെ കുറച്ച് സമയം വെള്ളത്തിൽ കിടന്ന് പെരുകി അത് പൊങ്ങുന്ന സമയത്താണ് മീൻ കഴിക്കാൻ വേണ്ടി വരുന്നത്. അത് കഴിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്തായിരിക്കും ഇവർ വലയിട്ട് മീനെ പിടിക്കുന്നത്. അങ്ങനെ ചേട്ടൻ അങ്ങനെ വല വീശിയിട്ടുണ്ട്. നമുക്ക് നോക്കാം മീൻ എന്തെങ്കിലും കിട്ടുമോ ഇല്ലേ എന്ന് നോക്കാം. ഗായ്സ്, അപ്പോൾ ഇതൊക്കെയാണ് വെള്ളായണി കായലിലെ വിശേഷങ്ങൾ. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഔലറ്റ് ടെക് ട്രാവലിൽ. ബൈ.